എറണാകുളം ആസാദ് റോഡിൽ 5 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. SIT ആശുപത്രിയിൽ ഒരു കുഞ്ഞ് വാക്സിൻ എടുത്തിട്ടും അല്പം ഗൗരവമുള്ള അവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന വാർത്ത നമ്മൾ പങ്കുവച്ചു. അതിന് പിന്നാലെയാണ് തെരുവുനായയുടെ കടിയുമായി ബന്ധപ്പെട്ട് വീണ്ടും വാർത്ത വന്ന് 5 പേർക്ക് പരിക്കേറ്റു എന്നാണ് വിവരം. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം. നായയുടെ കടിയേറ്റ 5 പേരും ചികിത്സ നേടിയിട്ടുണ്ട്. പ്രതികരണങ്ങളിലേക്ക് പോകാതെ ഇന്നലെ വൈകിട്ട് നമ്മുടെ ആസാദ് റോഡിൽ ഒരു പട്ടി വരികയും ആ പട്ടിയെ ഇവിടെയൊന്നും ആരും കണ്ടിട്ടില്ലെന്നാണ് പറയണേ. പുതിയതായിട്ടൊരു പട്ടി വന്നതാണ്. ആ പട്ടി നിരത്തി 3 പേരെ കടിക്കുകയാണ് ഉണ്ടായത്. ഇന്നിപ്പോൾ രാവിലെ ഇറങ്ങിയപ്പോൾ പറയണ ഒരാളെയും കൂടി കടിച്ചിട്ടുണ്ട്, 4 പേരെ മൊത്തം കടിച്ചു എന്നാണ് പറയണത്. ഇന്നലെ നമ്മുടെ ഡോഗ് സ്ക്വാഡിനെയും അധികാരികളെയൊക്കെ അറിയിച്ചിട്ട് നമുക്ക് ഇന്ന് രാവിലെ 6:30 തന്നെ അവർ വണ്ടി വിട്ടു തന്നു, ആളെയും വിട്ടു തന്നു. പക്ഷേ നമ്മൾ ഇവിടെ മുഴുവൻ റൗണ്ട് അടിച്ചിട്ട് ആ പട്ടീനെ നമുക്ക് കിട്ടാൻ സാധിച്ചില്ല. ഇത്രയും നേരം ഞങ്ങൾ ഫീൽഡായിരുന്നു. കലൂർ സ്റ്റേഡിയം വരെ, കലൂർ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ എല്ലാ വണ്ടികളുടെ അടിയിലും ഒക്കെ നോക്കി, പക്ഷെ ആ പട്ടീനെ കിട്ടിയിട്ടില്ല. ഞാൻ അവൾ പട്ടി വന്നാണ് പോയി എണീറ്റ് നിൽക്കുന്ന സമയത്ത് ഞാൻ സ്റ്റൂൾ എടുക്കുമ്പോഴത്തേക്കും നിവരലും പട്ടി ഒറ്റ കമ്മും. ആ കമ്മണ സമയത്ത് അതിൻ്റെ പല്ല് പാൻറ് മേൽ കൊണ്ട് വലിച്ച് ചെറുതായിട്ടൊരു പോറൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ ഞാൻ ഇവിടുന്ന് വെള്ളമൊക്കെ എടുത്ത് കഴുകി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ കൂടി അവർ വന്നിട്ട് എന്നെ വിളിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് സോപ്പിട്ട് കഴുകി ബാൻഡേജൊക്കെ ഒട്ടിച്ചെന്ന് പിന്നെ അവിടുന്ന് ക്ലിനിക്കിൽ പോയിട്ട് മരുന്ന്. ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങളുമായി ചേർന്നത്. ശ്യാം, തെരുവുനായ്ക്കെതിരായ ഡ്രൈവൊക്കെ നമ്മൾ പറയുന്നതല്ലാതെ ഒരു തദ്ദേശ സ്ഥാപനത്തിലും കാര്യമായി നടക്കാറ് ഇല്ലാത്തതാണ്. ഇപ്പോൾ ആശങ്കപ്പെടുന്ന ചില വാർത്തകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നതിനിടയിലാണ് ഈ 5 പേർക്ക് കടിയേറ്റു എന്ന വിവരം കൂടി വരുന്നത്. ഇവർക്കൊക്കെ കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടോ? ആരോഗ്യവകുപ്പിന്റെയൊക്കെ ഇടപെടൽ കാര്യമായി ഉണ്ടാകുന്നുണ്ടോ? രതീഷ്, ആരോഗ്യവകുപ്പിൻ്റെ ഒരു ഇടപെടൽ എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. നിലവിൽ ഇവിടെ ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ പട്ടി കടി തുടങ്ങിയത്. ഏകദേശം 5 പേരെയാണ് ഇന്നലെ തന്നെ പട്ടി കടിച്ചത്. പക്ഷേ ആ പട്ടിയെ പിടിക്കാൻ രാവിലോടുകൂടിയാണ് ആ കോർപ്പറേഷനിൽ നിന്ന് ഡോഗ് ക്യാച്ചേഴ്സും മറ്റുമൊക്കെ എത്തിയത്. പക്ഷേ പട്ടി ഇതുവരെയായിട്ടും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇരുന്ന് ലോട്ടറി വിൽക്കുന്ന ഒരു വികലാംഗനായ ആളെയാണ് അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തെയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഇവിടെ വെച്ച് പട്ടി കടിക്കുന്നത്. അദ്ദേഹം ഇവിടെ വന്ന് ലോട്ടറി ടിക്കറ്റും വിറ്റ ശേഷം മടങ്ങി പോകാൻ നേരത്താണ് പട്ടി ഓടി വന്ന് ഒരു ഇതുമില്ലാണ്ട് കാലിന് വന്ന് കമ്മുകയായിരുന്നു. പാൻറ്റിലാണ് പിടുത്തം കിട്ടിയത്. പക്ഷേ വലിയ രീതിയിൽ മുറിവേറ്റില്ല. പക്ഷേ കാല് മുറിഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടിയിട്ടുമുണ്ട്. ഇനി മറ്റൊരാളെ കടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് മാറി ബൈക്കിൽ വന്ന ഒരു ചെറുപ്പക്കാരനെയാണ്. അദ്ദേഹത്തിൻ്റെ തമ്പി എന്ന പേരാണ്. അദ്ദേഹത്തെ കടിച്ച് ചോര വലിയ രീതിയിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കൂടാതെ തൊട്ടപ്പുറത്തെ ഒരു വർക്ക്ഷോപ്പിലെ മറ്റ് 3 പേരെ കൂടി ഈ പട്ടി കടിച്ചതായാണ് പറയുന്നത്. പക്ഷേ അതിനുശേഷം ഇവിടെ സമീപത്തുണ്ടായിരുന്ന മറ്റ് തെരുവുനായകളെ കൂടി ആ പട്ടി കടിച്ചിട്ടുണ്ട് എന്നതുകൂടി ഈ നാട്ടുകാർ ആശങ്കയായിട്ട് പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ കടിച്ച പട്ടിയെ ഇതുവരെയായിട്ടും കോർപ്പറേഷൻ്റെ അധികൃതർക്കോ മറ്റോ ഒന്നും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. കോർപ്പറേഷൻ അധികൃതരുടെ രാവിലെയോടുകൂടി ഇവിടെ പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തിയെങ്കിലും ആ പട്ടിയെ കണ്ടെത്താൻ ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. ഇവിടെ സാധാരണഗതിയിൽ ഈ നാട്ടുകാർ പറയുന്നത് പ്രദേശത്ത് വലിയ തോതിൽ ഈ നായശല്യം ഉണ്ട്, തെരുവുനായ ശല്യം രൂക്ഷമാണ്. രാവിലെ ഒന്നും നടക്കാൻ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ സ്ഥിതി ഇത് തന്നെയാണ്.